ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊച്ചി വൈറ്റിലയിൽ റെയിൽവേ ട്രാക്കിന് സമീപം യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വൈറ്റില ഫ്ലൈ ഓവറിന് സമീപം ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് മൃതദേഹം കണ്ടെത്തിയതായി വിവരം അറിയിച്ചത്. മരിച്ചതാരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. 30 മുതൽ 40 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീയാണെന്ന് മാത്രമാണ് പോലീസിന് വിവരം. ട്രാക്കിൽ നിന്ന് മാറി പാലത്തിന്റെ തൂണിനോട് ചേർന്നാണ് മൃതദേഹം കിടക്കുന്നത്. സമീപത്തെ വുമൺസ് ഹോസ്റ്റലിൽ നിന്നും തുണി വാങ്ങിച്ചാണ് മൃതദേഹത്തെ മൂടിയത്. രാത്രിയായി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയാണ് ഇവിടം എന്ന് നാട്ടുകാർ പറയുന്നു. മൃതദേഹത്തിന്റെ സമീപത്ത് നിന്ന് മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. വലിയങ്ങാടിയിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 3 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ സൺഷെയ്ഡ് സ്ലാബ് തകർന്ന് അടിയിൽപ്പെട്ട് 4 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചേമഞ്ചേരി തിരുവങ്ങൂർ കിഴക്കേ കാഞ്ഞിരക്കണ്ടി വിനോദ് തിങ്കളാഴ്ച വൈകിട്ട് മരണത്തിന് കീഴടങ്ങിയതോടെയാണ് മരണസംഖ്യ 4 ആയത്. ഉച്ചയ്ക്ക് അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മാങ്കാവ് കിനാശ്ശേരി ബൈത്തുൽ ഹുദയിൽ ജബ്ബാർ, അത്തോളി കൊളക്കാട് കോടുവമ്പത്ത് താഴെക്കുനിയിൽ അഷ്റഫ്, അത്തോളി മല്ലശ്ശേരി താഴെ ബഷീർ എന്നിവർ മരണപ്പെട്ടിരുന്നു. കൊല്ലം പറവൂർ പാരിപ്പള്ളി റോഡിൽ അമ്മാരത്തെ മുക്കിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 5:30 അപകടം. പാരിപ്പള്ളി പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് അമ്മാരത്തുമുക്ക് ജംഗ്ഷനിൽ ആളെ ഇറക്കി മുന്നോട്ട് എടുത്തപ്പോൾ റോഡിന്റെ മുൻവശത്ത് നിന്ന് പാറേക്കാവ് സ്വദേശിനി ബസ്സിന് മുന്നിലേക്ക് എത്തുന്നു. ഡ്രൈവർ ഇത് കണ്ടില്ല. സ്ത്രീയെ തട്ടി നിലത്തിട്ടതിനു ശേഷം ബസ് മുന്നോട്ട് നീങ്ങി. സമചിത്തത വീണ്ടെടുത്ത് ബസ്സിനടി നിശ്ചലമായി കിടന്നതാണ് രക്ഷപ്പെടാനുള്ള കാരണം. ലേയിലേക്ക് പോയ സ്പേസ് ജെറ്റ് വിമാനം പറന്നുയർന്ന് തൊട്ടു പിന്നാലെ സാങ്കേതിക പ്രശ്നം റിപ്പോർട്ട് ചെയ്തതായി എയർലൈൻ അറിയിച്ചു. മുൻകരുതൽ എന്ന നിലയിൽ ST-121 വിമാനം തിരിച്ചുപോയി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കി. എല്ലാ യാത്രക്കാരെയും സാധാരണ നിലയിൽ ഇറക്കി. ആർക്കും പരിക്കില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ദുർബലമായെങ്കിലും ചൊവ്വാഴ്ച രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അതിന്റെ ആഘാതം അനുഭവപ്പെടുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചൊവ്വാഴ്ച പുലർച്ചെ വടക്കുകിഴക്ക് ദിശയിലേക്ക് നീങ്ങി ദുർബലമായി. 2026 ഫെബ്രുവരി 23 ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള മധ്യഭാഗത്തും ഇത് നിലകൊള്ളുകയും രാവിലെ 8:30 അതേ പ്രദേശത്ത് തുടരുകയും ചെയ്തു. ഈ സംവിധാനം വടക്കുകിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്നത് തുടരുമെന്നും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ക്രമേണ ദുർബലമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.